നമസ്കാരം, എന്താണ് വിശേഷങ്ങൾ? അപ്പം ഞാൻ ഇപ്പോൾ ബാംഗ്ലൂരാണ് നിൽക്കുന്നത്. ഇപ്പോൾ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ പോകുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് പ്ലേസ് ചർച്ച് സ്ട്രീറ്റ്. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ മുതൽ ഇപ്പോൾ ഉച്ച സമയമാണ്, അപ്പോൾ ഭയങ്കര ഒരു റഷൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. സോ ഇപ്പം ഇവിടെ കുറച്ച് ഗ്ലാസസ് കാണുന്നുണ്ട്. വാ നമുക്ക് നോക്കാം. ഹിന്ദി ഭാഷ ഉള്ളതുകൊണ്ട് ഇവിടെ കുറച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. 250 350 250 350 ഇതിന് 350 ആണെന്നാണ് പറയണേ. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും നിങ്ങൾക്ക് ഏതാണ്. ഇതിന് 350 ഉള്ള വർത്താണോ അതോ? എനിക്ക് തോന്നണില്ല കേട്ടോ, കാരണം ഇത് അത്രയും പ്രൈസിലുള്ളതുണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് നോക്കാം. നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ ഫുട്പാത്തിലായിരിക്കും ഫുള്ള് കിട്ടാൻ പോണേ. പക്ഷെ ഇത് കൊള്ളാം കേട്ടോ, ഇത് കൊള്ളാം. കുറച്ച് പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട് അല്ലേ? ഭംഗിയില്ലേ ഇത് കാണാൻ? ലാലേട്ടിൻ്റെ കുറച്ച് ഡയലോഗ്സ് ഒക്കെ വരുന്നുണ്ട്. കാരണം നമ്മൾ മലയാളീസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ലാലേട്ടിൻ്റെ ഡയലോഗ്സ് വരാണ്ട് എവിടെ പോകാൻ വേണ്ടിയിട്ട് അല്ലേ? ഇവളു 250 ഇതിന് 250 എന്നാ പറയണേ. പക്ഷെ എനിക്കിത് കണ്ടിട്ട് നമ്മൾ കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കില്ലേ? വേണ്ട, റിസ്ക് ആണ്, റിസ്ക്. ഇത് റിസ്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ എനിക്ക് സത്യത്തിൽ ഇവിടെ വന്നപ്പോൾ ആദ്യം തന്നെ മനസ്സിലോട്ട് വരുന്നത് എന്താണെന്നറിയോ? സത്യം പറയട്ടെ, നമ്മൾ പൂരത്തിനൊക്കെ നാട്ടിൽ പോകുമ്പോൾ നമ്മൾ 10 രൂപ, ഇതിന് 250 രൂപ എന്നാണ് പറയുന്നത്. പക്ഷെ 250 രൂപയ്ക്കുള്ളതുണ്ടോ എന്നെനിക്ക് തോന്നുന്നില്ല. ഈ അണ്ണന് ഞാനിങ്ങനെ എടുത്ത് വെക്കുന്ന സമയത്ത് ആള് പേടിച്ചിട്ടാണ് ഈ കുട്ടി എന്താണോ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. താങ്ക് യു അണ്ണാ, താങ്ക് യു. ഇപ്പോൾ ബാംഗ്ലൂരിൽ ഭയങ്കര തണുപ്പാണ്. ഇപ്പം ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഭയങ്കര തണുപ്പൊക്കെ ഇരിക്കുന്ന സമയത്ത് എന്തായാലും പുറത്തിറങ്ങുമ്പോൾ ഇത്തിരി രാവിലെ എന്നല്ല, ഉച്ചയ്ക്ക് എന്നല്ല, രാത്രി ആണെങ്കിലും ഇപ്പോൾ തണുപ്പാണ്. അപ്പം നമുക്ക് എന്താവശ്യമുണ്ട്? ക്യാപ്പ് ആവശ്യമുണ്ട്. നമുക്ക് നോക്കാം. ഇവിടെ ഒരുപാട് ക്യാപ്സ് ഉണ്ട്. 270 കൊള്ളാം. ഇത് നമ്മുടെ വെട്ടം സിനിമയിലൊക്കെ മറ്റേ റമ്പും 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 ആ ഒരു പാട്ടിൽ ഇതുപോലെ എനിക്ക് തോന്നണേ. കൊള്ളില്ല, ഇത് കൊള്ളാം. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, കാണാൻ കൊള്ളാം. കിട്ടണായോ? 250 കുഴപ്പമില്ല. ഇതാണ്. പക്ഷെ ചെറുതുപോലെ തോന്നണു അല്ലേ? ഭയങ്കര ചെറുതുപോലെ. ലെറ്റ്സ് ഗോ. എവിടെ പോയാലും നമുക്ക് സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് എന്ത്? സ്റ്റാർബക്സ് ഇല്ലാണ്ട് എവിടെ ഉണ്ടാവില്ല. നമ്മൾ ബാംഗ്ലൂരിൽ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും എവിടെയെങ്കിലുമൊക്കെ ഒരു ചെറിയ സ്റ്റാർബക്സിൻ്റെ ഒരു ഇത് നമുക്ക് കാണാൻ പറ്റും. എന്തായാലും ഞാൻ അങ്ങോട്ട് കയറാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. നാട്ടിലത്തെ ഒരു കാര്യം എനിക്ക് മിസ് ചെയ്യുന്നത് എന്താണെന്നറിയോ? ഇവിടെ എല്ലാവരും ഇവിടെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ടുള്ളതാണ്. നാട്ടിൽ സത്യത്തിൽ നമ്മളെല്ലാവരും കൃത്യമായിട്ട് അറ്റ്ലീസ്റ്റ് പാർക്കിങ്ങിൽ ചെയ്യും. ഇപ്പോൾ ഇവിടെ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ മെയിൻ റോഡിൽ തന്നെയാണ്, നമ്മൾ നടക്കുന്ന ഭാഗത്ത് കൂടെ തന്നെയാണ്. പക്ഷേ ലെറ്റ്സ് സീ എന്താ ചെയ്യാം. നമ്മുടെ നാട്, നമ്മൾ മലയാളീസ് എപ്പോഴും ഞാൻ നേരത്തെ സ്റ്റാർബക്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് കുറച്ചധികം കഫേസ് കാണുന്നുണ്ട്. വീക്കെൻഡ് സമയത്ത് നിങ്ങൾക്ക് പുറത്ത് വന്നിട്ട് ഒന്ന് ചില്ല് ചെയ്യണം ഫ്രണ്ട്സിൻ്റെ കൂടെ എന്ന് തോന്നുവാണെങ്കിൽ ചർച്ച് സ്ട്രീറ്റിൽ വന്നോളൂ കേട്ടോ. അടിപൊളി സ്ഥലങ്ങളുണ്ട്. വൂൾഫിംഗ്സ് ഇസ് ദേർ ഓൾസോ. ഇവിടെ ഒരുപാട് ഉണ്ട്. പക്ഷേ ഒന്ന് ഞാൻ ഉറപ്പ് തരാം, ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും, അതിലൊരു സംശയമില്ല. ഞാൻ സത്യത്തിൽ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ, ഈ തേർഡ് വേവ് കോഫി ഉണ്ടല്ലോ. നമ്മൾ നാട്ടിൽ നിന്ന് ഇവിടെ എവിടെ വന്നിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ എല്ലാവരും ചൂസ് ചെയ്യുന്നത് തേർഡ് വേവ് ആണ്. നോട്ട് ദ പോയിന്റ്. ക്യൂട്ട് അല്ലേ? ക്യൂട്ട്. ഞാൻ സത്യത്തിലൊരു കാര്യം പറയട്ടെ, ആ കുട്ടികൾ അവിടെ നിന്നിട്ട് ഇതിന് എത്ര രൂപയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ആ പ്രായത്തിലൊക്കെ ഇതെന്താണെന്ന് പോലും അറിയാത്തൊരവസ്ഥയായിരുന്നു. ആ പിള്ളേർ ഞാൻ ഗൂഗിൾ പേ എടുത്തിട്ട് ഇപ്പോൾ ചെയ്തു തരാമെന്നൊക്കെയാണ് ആൻറ്റിയുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്ന് നോക്കാതെ എന്താണെന്ന് ക്യൂട്ട് കീ ചെയിൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ചായ് പോയിന്റ് എല്ലാവർക്കും പരിചയം ഉണ്ടായിരിക്കും
തോന്നുന്നു. ഇപ്പം നമ്മൾ ബാംഗ്ലൂർ മാത്രമല്ല, നാട്ടിലെ എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം. ഇപ്പോൾ കൊച്ചിയിലൊക്കെ പൊതുവെ നമ്മൾ കാണുന്നതാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ കിട്ടുന്ന ചായ, ഒരു ചായക്ക് ഇവർ കോസ്റ്റ് ചെയ്യുന്നത് ഒരു 100 രൂപയ്ക്ക് മുകളിൽ മാത്രമാണ്. ഏത് നമ്മുടെ നാടൻ നമ്മുടെ തൃശ്ശൂർ റൗണ്ടിലൊക്കെ പോയി നോക്കുകയാണെങ്കിൽ 10 രൂപയ്ക്ക് കിട്ടുന്ന ഒരു ചായയുടെ കാര്യമാണ്. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ എന്താണ്, നമ്മൾ ചെറുതായിട്ട് നൈസായിട്ട് കുറച്ച് മസാല ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മസാല ചായ എന്നും അതുപോലെ തന്നെ ഏലക്ക ചായ എന്നും അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് പേരുകൾ ഇട്ടിട്ടുള്ള ഒരു ചായകളാണ്. പക്ഷെ ഇറ്റ്സ് ക്വൈറ്റ് എക്സ്പെൻസീവ് ഹിയർ. നാട്ടിലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആണ് കേട്ടോ. സോ വാ, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. എന്നെ എടുക്കല്ലേ പ്ലീസ്, കുറച്ച് ബിസിയാണ്. ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നതാ ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻജോയ് ചെയ്യും. ഓക്കെ, വേറെ ആരും. അപ്പോൾ നമ്മൾ ഇവിടെ വന്നാലുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ കാണാമെന്നുള്ളതാണ്. കാരണം പൊതുവേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യം ബാംഗ്ലൂർ വന്നിട്ടുണ്ടെങ്കിൽ ചർച്ച് സ്ട്രീറ്റ് തൊടാണ്ട് ആരും പോവില്ല. അതങ്ങനെയാണ്. പ്രത്യേകിച്ച് ഇവിടെ ഒരുപാട് മലയാളീസിനെ എനിക്ക് കാണാം. ഇപ്പം ഞാൻ ചില സമയത്ത് വിചാരിക്കായിരുന്നു, ഞാനിപ്പോഴും കേരളത്തിലാണോ അതോ ഞാൻ ബാംഗ്ലൂർ എത്തിയോ എന്നുള്ളത്. മല്ലു സിംഗിൽ നമ്മുടെ ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ കുഞ്ചാക്കോ ബോബൻ്റെ, അതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു കേട്ടോ. ചെറിയ സ്റ്റോൾസ് ഞാനിവിടെ കാണുന്നുണ്ട്. അതെനിക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സോ നമുക്ക് പോയി നോക്കിയാലോ. 200 ഓൺലി എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. നാട്ടിലെ ഒരു 200 രൂപയ്ക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ സാധനങ്ങൾ ഇപ്പോൾ കുറവാണ്. അപ്പോൾ ഇവിടെ എന്താണ് 200 രൂപയ്ക്ക് അവർ കൊടുക്കാൻ പോണേന്നുള്ളതാണ് ഞാൻ ചിക്കാൻ പോണേ. കമൺ. ഇതൊക്കെ നോർമലായിട്ട് നമുക്ക് കാണുന്നതാണ്. ഇപ്പം നമ്മൾ തൃശ്ശൂർ റൗണ്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ നാട്ടിലൊക്കെ ചെറിയ സ്റ്റോൾസ് നമ്മൾ തൃശ്ശൂർ റൗണ്ടിൽ തന്നെ കാണാൻ പറ്റില്ലേ. അപ്പം അതുപോലത്തെയൊക്കെ ഒരു ഇതാണ്. പക്ഷെ അവിടെ ചാർജ് ചെയ്യുന്നതും ഓൾമോസ്റ്റ് ഇതുപോലെ തന്നെയാണെന്നാണ് എനിക്കും തോന്നണേ കേട്ടോ. ഞാൻ വന്നപ്പോൾ ചെറുതായിട്ട് ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് മലയാളീസ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണല്ലേ. നമ്മളെവിടെയെങ്കിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂടെ വരുന്നത് അങ്ങനെയാണല്ലോ അല്ലേ. വാ, നമുക്ക് നോക്കാം ഇനി എന്താണ് ഇവിടെ ഉള്ളതെന്നുള്ളത്. ജയ് ഷെട്ടീസ്, അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റൊക്കെ ഒരുപാട് കേൾക്കാറുണ്ട്. ഇറ്റ്സ് അമേസിംഗ് ബുക്ക് ആക്ച്വലി. അണ്ണ ಎಷ್ಟು 400. ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് പഠിച്ചൊരു വാക്കാണ് യഷ്ടു എന്നുള്ളത്. അത് എത്രയാണ് എന്നാണ് മലയാളത്തിൽ അർത്ഥം. ബാക്കി അവർ എൻ്റെ അടുത്ത് കന്നഡത്തിൽ സംസാരിക്കുമ്പോൾ പിന്നെ ഒന്നും ഞാൻ പറയില്ല. പിന്നെ ഹിന്ദിയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് സംസാരം. ഭാഷ അറിഞ്ഞില്ലെങ്കിൽ ഒരു പ്രശ്നമാണ്. എന്നാലും വാ, നമുക്ക് നോക്കാം. ഈ നടുക്കിൽ കൂടി ഈ വണ്ടികളൊക്കെ വരുന്നുണ്ടല്ലോ. भैया कितना है मोमोस? 70 സ്റ്റീംഡ് ചെയ്തു 70 രൂപ എന്നാണ്. നാട്ടിലൊക്കെ ഏകദേശം ഈ ഒരു ഇതാണ്. പക്ഷെ നമുക്ക് ടേസ്റ്റ് അത് നമുക്ക് നോക്കാം, കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, കാണാൻ കുഴപ്പമൊന്നുമില്ല. യെസ്, ലുക്സ് യം. ലെറ്റ്സ് ടേസ്റ്റ്. നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടാ. പക്ഷെ നല്ലതാണ്. അത്രയും ഭയങ്കര എക്സ്ട്രാordinary ആണ്, അടിപൊളിയാണ് തോന്നില്ല. ഇറ്റ്സ് ഗുഡ്. കുഴപ്പമില്ല, അത്ര ഒന്നുമില്ല. പല ടൈപ്പിലുള്ള സാധനങ്ങളുണ്ട്. ഇത് എന്താണെന്ന് പോലും എനിക്കറിയില്ല. ഇഫ് യു നോ ജസ്റ്റ് ഡു കമൻറ്റ്. ഓക്കെ, സ്ട്രോബെറീസ് നമ്മളിവിടെ ബാംഗ്ലൂർ ഞാൻ വന്നതിന് ശേഷം ഒരുപാട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇപ്പോൾ സ്ട്രീറ്റ്സിലൊക്കെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും കേട്ടോ. പരിചയമില്ലാത്ത ഒരുപാട് ഫ്രൂട്ട്സ് കാണുന്നുണ്ട്. പക്ഷെ വാ, നമുക്ക് പോവാം. ഏറ്റവും ഫണ്ണായിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാൻ പോണേ, ലുലു. ഇത് അടിപൊളിയായിട്ടുള്ളൊരു സംഭവം. നമ്മൾ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ പോയി നോക്കി കഴിഞ്ഞാലും നമുക്ക് സൈഡിൽ കാണാൻ പറ്റും, ഏതെങ്കിലും സ്ട്രീറ്റ്സിലൊക്കെ കാണാൻ പറ്റും. ഇപ്പം നമുക്ക് നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ എന്നാലും ഇതൊരു അടിപൊളി സാധനമാണ്. ഞാൻ ഇത് ഫസ്റ്റ് ടൈം ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിൽ ഓർമ്മ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പണ്ടത്തെ ബൈക്കുകളൊക്കെ ഇല്ലേ, പണ്ടത്തെ 2 വീലേഴ്സൊക്കെ ഇല്ലേ, ആ ഒരു നമ്മുടെ പഴയ സിനിമകളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു സ്റ്റൈലായിരുന്നു. പക്ഷെ ഇറ്റ്സ് ഫൺ. നമ്മൾ രാത്രിയിലൊക്കെ ഇതാക്കുകയാണെങ്കിൽ നൈസോടെ എന്നൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ല രസമുള്ളൊരു പരിപാടിയാണ്. Come on, let's see. ഇനി നമുക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാം. ഈ ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരുപാട് അടിപൊളി ഡ്രസ്സുകൾ കാണുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ചും ഈ സ്ട്രീറ്റ്സിലൊക്കെയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ടത് എന്നാണ് ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്നാണ്. മറ്റേ മോയ അവസ്ഥയായ ഒരു കാര്യമാണ് ഇപ്പം എനിക്ക് തോന്നണേ. 3173 രൂപയാണ് ഈ ഒരു ഡ്രസ്സിന് ഇവർ കോസ്റ്റ് ചെയ്തത്. ആയിരുന്നു ഈ റോട്ടിൽ തന്നെ നമുക്ക് ഇങ്ങനെ വിൽക്കാൻ വേണ്ടി ഇട്ടിരിക്കുക എന്ന് പറയുമ്പോൾ അത് 3100. നമുക്ക് എടുത്തു പോയാലോ, ആരും കാണണ്ട.
വീണ്ടും ഞാൻ മോയമായ അവസ്ഥയിലാണ്. 240 എല്ലാം ഒന്ന് കണ്ട് തിരിച്ചു വരാം. സങ്കടം പറയുന്നു ഇവിടെ. എന്ത് കഴിച്ചേ? ബിരിയാണി കഴിച്ചു. ഇപ്പൊ എവിടെ പോയാലും മല്ലൂസിനെ കണ്ട് ഞാനിപ്പോ മല്ലു ആണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കാം. ഇവരെന്നെ ലാസ്റ്റിലൊരു നോട്ടം നോക്കും, മലയാളി തന്നെ എന്നുള്ളൊരു സംഭവം ഉണ്ട് കേട്ടോ. ചെറിയൊരു സസ്പെൻസ് ആണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഐ വിൽ ടെൽ യു ഗൈസ്. Until then, this is me, Sneha. This is Radio City മലയാളം. കൂടുതൽ പുതുമയുള്ള വീഡിയോകൾക്കായി റേഡിയോ സിറ്റി മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ.